നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീട്ടിലെന്താ വിശേഷം? അതിപ്പോ വരുൺ അറിയണ്ട. ഇവിടെ ആർക്കാ ചികിത്സ നടക്കുന്നത്? അമ്മയായിട്ട് ഇനി ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ. ഇല്ലമ്മ, ഓർമ്മിപ്പിക്കാൻ എന്താ ഉള്ളത്? എല്ലാവർക്കും മറക്കാനല്ലേ ഉള്ളൂ. ഒരുപാട് കുറവുകളുള്ള എന്നെ പോലൊരാള് അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. എന്താ നീ പറയുന്നേ? കുറവുകളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? പിന്നെ സംഭവിച്ചു പോയൊരു കാര്യം, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേ പറ്റൂ. എന്താ യശോദേ, എന്താ ഇവള് പറയുന്നേ? ഒന്നുമില്ല. മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഒക്കെ ഇവള് വേർതിരിച്ച് പറയുന്നത് കേട്ടു. ഇവിടുന്ന് അമ്പലം വരെയുള്ള ദൂരം, അവിടുന്ന് ചടങ്ങ് നടക്കാനുള്ള സമയം, അത്രയും നേരം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയണം. ഇനി നിന്റെ കണ്ണീരൊലിപ്പിക്കലും സങ്കടത്തോടെയുള്ള സംസാരം ഒന്നും വേണ്ട. അതൊന്നും ആർക്കും ഇവിടെ കാണുകയും വേണ്ട. വളർത്തി വലുതാക്കിയ കുടുംബത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു, അതേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോടി? അമ്മ പൊയ്ക്കോ. പേടി കൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നു. പേടി മുത്തശ്ശിക്ക് മാത്രമല്ല. എന്താ ദേവ, എന്താ നിനക്കൊരു വല്ലായ്മ പോലെ? ഒന്നുമില്ല. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോ പുരാണ കഥകളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ മോൾക്ക് നീ? അതിലെത്രയോ പേര് അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ചടങ്ങുകൊണ്ട് ഭാര്യമാരായി തീർന്നിട്ടുണ്ട്. അവരൊന്നും ആരെയും ശപിച്ചിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ കഴിയട്ടെ. എന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം വലിയ രീതിയിൽ നമുക്കൊരു ചടങ്ങ് നടത്തണം, എന്റെ മോളുടെ മനസ്സ് നിറയുന്ന പോലെ. അതിനി എവിടുന്നാ കടം വാങ്ങാനുള്ളത്? ഇത് നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് കരുത്. കൂടുതൽ മോഹങ്ങൾ മനസ്സിൽ വളർത്തുകയും വേണ്ട, അത് അവളോട് പറയുകയും വേണ്ട. മനസ്സിലായോ? ഇറങ്ങാറായോ നമുക്ക്? ഇറങ്ങാം. മോളെ രാധികേ, അമ്പലത്തിലേക്ക് പോകാനുള്ള സമയമായി. വാ, ഇറങ്ങാം മോളെ. മോളെ, ആ മോളെ, നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ലച്ചാ, ഏട്ടനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ചുകൂടി കഴിയും. ഞാൻ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അച്ഛൻ വിഷമിക്കല്ലേ, ചടങ്ങ് നടന്നോട്ടെ. ഇവിടെ നിന്ന് തിരിച്ചാ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വന്നോളാം. ശരി മോളെ, ഞാൻ രാധയ്ക്ക് ഫോൺ കൊടുക്കാം.
ഇതാ മോളെ. ഹലോ. ചേച്ചി, ചേച്ചിയുടെ വിവാഹം മുൻപിൽ നിന്ന് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഇത്രയും ദൂരത്തായി പോയില്ലേ. അതെ, ഞങ്ങളെല്ലാരും മനസ്സുകൊണ്ട് അവിടെയുണ്ട്. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് പറ്റിപ്പോയതാ. വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എല്ലാവർക്കും അറിയാലോ. ഞാനും ചിലരോടൊക്കെ അന്വേഷിച്ചു. ജീവയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമോ. ചേച്ചിന്റെ ഭാഗ്യമാ. ഞാൻ പ്രാർത്ഥിക്കാട്ടോ. ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം. മോളെ, ആ നിങ്ങൾ വൈകുന്ന സ്ഥിതിക്ക് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി. ആ എന്നിട്ട് നമുക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാം. ആ ശരി അച്ഛാ. ചേച്ചിയുടെ വിവാഹം ഞാനിവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് കണ്ടോളാം. എന്നാ ശരി. ശരി. അല്ല, വീട്ടിലെന്താ വിശേഷം? അതിപ്പോ വരുൺ അറിയണ്ട. ഇവിടെ ആർക്കാ ചികിത്സ നടക്കുന്നത്? എന്തുകൊണ്ടാ രാധയുടെ വിവാഹത്തിന് എത്താൻ പറ്റില്ലെന്ന് താൻ അവരോട് പറഞ്ഞു? അത് എന്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങാ. സോ വാട്ട്? രാധികയുടെ വിവാഹ കാര്യം ഞാൻ അറിയണ്ടേ? എന്തിന്? നിങ്ങൾ ആരാ രാധികയുടെ? വിവാഹത്തിന്റെ കാര്യം എല്ലാരോടും പറയണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ബോധപൂർവം പറയാത്തതാ. ആ, ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. വരന്റെ പേര് ജീവ. സിനിമാ താരോ. നിക്കടി. ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ അടി പറ്റിയത്? സ്വന്തം കുടുംബത്തിനെ, എന്റെ കുടുംബത്തിനെ ചതിക്കാനായിട്ട് നിനക്ക് ഒരു മടിയും തോന്നിയില്ലല്ലേ? എനിക്ക് വലുതേ എന്റെ കാര്യങ്ങളാ. വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.